സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നുന്നതിനുള്ള കാരണം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നുവാനുള്ള കാരണം പ്ലവക്ഷമ ബലമാണ്. പ്ലവക്ഷമ ബലം. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി ഓസ്മോസിസ്. ഓപ്ഷൻ സി, ഓസ്മോസിസ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഓപ്ഷൻ സി ആണ്. സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കാണ്. സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഏകദേശം 5 ചതുരശ്ര കിലോമീറ്റർ ആണ് വലിപ്പം വരുന്നത്. അടുത്ത ചോദ്യം: മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്ലൂവിയോമീറ്റർ ആണ്. ഓപ്ഷൻ ബി, പ്ലൂവിയോമീറ്റർ. ഡെങ്കിപ്പനി നിർണയിക്കുന്നതിനായി ചെയ്യുന്ന ടെസ്റ്റ്. ഡെങ്കിപ്പനി നിർണയിക്കുന്നതിനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏത്? ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം. കേരള സംസ്ഥാനത്തെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി. കേരള സംസ്ഥാനത്തെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി. രാജ്യത്തെ ആദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയ ആലപ്പുഴ ജില്ലയിലെ ഗ്രാമം. രാജ്യത്തെ ആദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയ ആലപ്പുഴ ജില്ലയിലെ ഗ്രാമം ഏതാണ്? ചന്തിരൂർ ആണ്. ചന്തിരൂർ. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം ചന്തിരൂർ. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏത്? ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള ജില്ല വയനാടാണ്. ഓപ്ഷൻ ബി, വയനാട്. കോവിഡ് മൂലം സംസ്ഥാനത്തെ സ്കൂൾ തുറക്കാതിരുന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച വെർച്വൽ ക്ലാസ് പദ്ധതി ഏതാണ്? ഫസ്റ്റ് ബെൽ. ഓപ്ഷൻ ബി, ഫസ്റ്റ് ബെൽ. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ ആദ്യത്തെ വനിത. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ ആദ്യത്തെ വനിതയാണ് രുക്മിണി ലക്ഷ്മിപതി. രുക്മിണി ലക്ഷ്മിപതി. താഴെ പറയുന്നവയിൽ ജോവിയൻ ഗ്രഹം ഏത്? ജോവിയൻ ഗ്രഹം യുറാനസ് ആണ്. യുറാനസ് ആണ് തന്നിരിക്കുന്നതിൽ ജോവിയൻ ഗ്രഹം. ജോവിയൻ ഗ്രഹം ഏതൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ജോവിയൻ ഗ്രഹങ്ങൾ. തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി. തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ജാനകി രാമചന്ദ്രൻ. ജാനകി രാമചന്ദ്രൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല. 1857 വിപ്ലവത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആരാണ്? R.C. മജുംദാർ ആണ്. R.C. മജുംദാർ. ഏത് മൂലകത്തിന്റെ അയിരാണ് സ്പെറിലൈറ്റ്? സ്പെറിലൈറ്റ് എന്നത് ഏത് മൂലകത്തിന്റെ അയിരാണ്? പ്ലാറ്റിനമാണ്. പ്ലാറ്റിനത്തിന്റെ അയിരാണ് സ്പെറിലൈറ്റ്. തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്?
കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. പത്രത്തിന്റെ പേര് ലോകമാന്യൻ. ആരംഭിച്ചത് തൃശ്ശൂരിൽ നിന്നുമാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് അട്ടപ്പാടി? അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. ഒരു ഖരപദാർത്ഥത്തിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചാലനം. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? അയിത്താചരണവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമമാണ്. സിവിൽ അവകാശ സംരക്ഷണ നിയമം. പഴശ്ശി സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? പഴശ്ശി സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ്. മട്ടന്നൂർ. ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എന്നാണ്? ചരക്കു സേവന നികുതി നിലവിൽ വന്നത് 2017 ജൂലൈ 1 2017 ജൂലൈ 1. 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? മൂഴിക്കൽ പങ്കജാക്ഷി നോക്കുവിദ്യ പാവകളിയാണ്. നോക്കുവിദ്യ പാവകളി. വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിൽ കലരുന്ന ബാക്ടീരിയ ഏതാണ്? വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിൽ കലരുന്ന ബാക്ടീരിയ ഈക്കോളിയാണ്. ഈക്കോളി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്ന്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആയിരുന്നത് ബി രാമകൃഷ്ണ റാവു. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഓപ്ഷൻ ബി പാൻക്രിയാസ്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമേത്? തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നത് ഗോയിറ്റർ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കുന്നത് സമത്വ സമാജമാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ലോകസഭ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? അനി ബസന്റ്. ഓപ്ഷൻ എ അനി ബസന്റ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽ പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംയുക്ത മേഖല. ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം. ആനമല വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടുന്നത്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയ വ്യക്തി ആര്? വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യയാണ്. ജദുനാഥ് ഭട്ടാചാര്യ. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓർണിത്തോളജി പ്രതിപാദിക്കുന്നത് പക്ഷികളെയാണ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. 5 വളയങ്ങൾ ആലേഖനം ചെയ്ത ഒളിമ്പിക്സ് പതാകയുടെ നിറമെന്ത്? ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ്? വെള്ളയാണ്. വെള്ളയിലെ 5 വളയങ്ങൾ. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം?
1921 മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായിട്ട് എന്തുൽപാദിപ്പിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. സഖാവ് നാടകം ആരുടെ കഥ പറയുന്നു? സഖാവ് എന്ന നാടകം കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ള. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ശിവഗിരിയാണ്. ശിവഗിരി. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ കെ കേളപ്പനാണ്. ഓപ്ഷൻ എ കെ കേളപ്പൻ. തിരുവിതാംകൂറുകാർക്ക് ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആര്? തിരുവിതാംകൂറുകാർക്ക് ഈ മുദ്രാവാക്യം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മലയാളി മെമ്മോറിയലുമായിട്ടാണ്. മലയാളി മെമ്മോറിയൽ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന പ്രവർത്തിച്ചത് രാജസ്ഥാൻ കേന്ദ്രമാക്കിയിട്ടാണ്. 2005 വിവരാവകാശം നിലവിൽ വരാനിടയാക്കിയ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്നത്. കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ ജില്ല. കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ല ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറം. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത്? ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഭാഗം 4A ഭാഗം 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മൻ കി ബാത്ത് പരിപാടി ആദ്യമായി പ്രക്ഷേപണം നടത്തിയത് എന്നാണ്? പ്രക്ഷേപണം നടത്തിയത് 2014 ഒക്ടോബർ 3-നാണ്. 2014 ഒക്ടോബർ 3. ഏതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവേ ഉണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്? സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവേ ഉണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്. ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രോ എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ ഏതെല്ലാമാണ്? ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രോ എന്നിവർ പങ്കെടുത്തത് ഓപ്ഷൻ ഡി ആണ്. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തതാണ് ഇവർ. 1, 2, 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തവരാണ് ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രോ എന്നിവർ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക എന്നിവയാണ്. സേതു സമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലിടുക്കിലാണ്. തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. സേതു സമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ 4 പ്രസ്താവനകളും ശരിയാണ്.
സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക എന്നിവയാണ്. ശരിയാണ്. സേതു സമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലിടുക്കിലാണ്. ശരിയാണ്. തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. ശരിയാണ്. സേതു സമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. അടുത്തത്, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ശരിയാണ്. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. ശരിയാണ്. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 അതുപോലെ ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഝാൻസി റാണി 1858 1858. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷാംഗം അലോക് റാവത്ത്. കോൺശിലകൾ രൂപപ്പെടാൻ കാരണമെന്ത്? കോൺശിലകൾ രൂപപ്പെടാൻ കാരണം കാറ്റാണ്, കാറ്റ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷ തെലുങ്ക്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏത്? റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് IUCN. 1857 മഹത്തായ കലാപകാലത്ത് ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ? കാനിങ് പ്രഭു. 1857 മഹത്തായ കലാപകാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭു. സോപ്പ് ലായനിക്ക് സാധാരണ ജലത്തേക്കാൾ അഴുക്ക് ഇളക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പ്രതലബലം കുറവായതിനാലാണ്. പ്രതലബലം കുറവായതിനാൽ. ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഓപ്ഷൻ ബി ആണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിന് ഏത് സൂചിപ്പിക്കുന്നു? ഫ്ലാഗുകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ഫ്ലാഗുകളെ കുറിച്ചുള്ള പഠനം വെക്സിലോളജി. കിസാൻഘട്ട് ആരുടെ ചരമസ്ഥലമാണ്? കിസാൻഘട്ട് ചരൺ സിംഗ്. ചരൺ സിംഗിന്റെ സമാധിയാണ് കിസാൻഘട്ട്. കിസാൻഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ചരൺ സിംഗിന്റെ സമാധി സ്ഥലമാണ് കിസാൻഘട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടേതല്ലാത്ത പത്രം. ഗാന്ധിജിയുടേത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നേഷൻ, നവജീവൻ എന്നിവ. ഇതിൽ ഗാന്ധിജിയുടേതല്ലാത്തത് നേഷനാണ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നിവയെല്ലാം ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? മെയ് 31 പുകയില വിരുദ്ധ ദിനമാണ്. മെയ് 31 പുകയില വിരുദ്ധ ദിനം. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിലാണ്? റാബി വിളകൾ വിതയ്ക്കുന്നത്
ഒക്ടോബർ നവംബർ മാസത്തിലാണ്. ഒക്ടോബർ നവംബർ. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. ഓപ്ഷൻ ബി സെറിബ്രം. അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ തന്നിരിക്കുന്നു, ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച ഉണ്ടാകുന്നു. ഒരു കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, തൈറോക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം. തൈറോക്സിൻ അയഡിനാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. നികുതി. അനുച്ഛേദം 265 ആണ്. അനുച്ഛേദം 265. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അല്ലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അല്ലോട്രോപ്പാണ് ഗ്രാഫിൻ. കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത്. കശുവണ്ടി പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറിയത് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ള. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. GP പിള്ള. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ചത് റേഡിയം മാഡം ക്യൂറിയാണ്. മാഡം ക്യൂറി. ചുവടെ പറയുന്ന ലോഹങ്ങൾ, അവയുടെ അയിരുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് സ്വർണം, മാഗ്നീസ്, അയൺ, ടിൻ എന്നിവയാണ്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വർണം കല്ലാവെറൈറ്റ്, മാംഗനീസ് പൈറോലുസൈറ്റ്, അയൺ ഹേമറ്റൈറ്റ്, ടിൻ കാസിറ്ററൈറ്റ്. സ്വർണം കല്ലാവെറൈറ്റ്, മാംഗനീസ് പൈറോലുസൈറ്റ്, അയൺ ഹേമറ്റൈറ്റ്, ടിൻ കാസിറ്ററൈറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് അലൂമിനിയം, ഓക്സിജൻ, അയൺ, സിലിക്കൺ, കാൽഷ്യം എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3, 5. ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽഷ്യം. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്? ഇവിടെ തന്നിരിക്കുന്നു മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രജൻ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്നത് ഏതിൻ്റെയെല്ലാം വർധനവാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 5. മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഗ്യാസോലിൻ, പെട്രോൾ, ഹാർഡ് കോൾ, ആന്ത്രസൈറ്റ്, സോഫ്റ്റ് കോൾ, ബിറ്റുമിനസ് കോൾ,
ബ്രൗൺ കോൾ ലിഗ്നൈറ്റ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഗ്യാസോലിൻ, പെട്രോൾ, ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന ആന്ത്രസൈറ്റ് ശരിയാണ്. സോഫ്റ്റ് കോൾ, ബിറ്റുമിനസ് കോൾ, ബ്രൗൺ കോൾ ലിഗ്നൈറ്റ് ശരിയാണ്. അടുത്തത്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെയുള്ള ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? 2933 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെയുള്ള ദൈർഘ്യം. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ്. വയലറ്റ്. ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എഡിമ. അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ് ത്രോംബോസിസ്. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ധരാതലീയ ഭൂപടം. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആര്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഭൂവൽക്കത്തെയും ഉപരിമാന്റിലിനെയും ചേർത്ത് വിളിക്കുന്ന പേര് ശിലാമണ്ഡലം. അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിന്റെ ചുമതലയാണ്? നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ചുമതലയാണ്. നിയമനിർമ്മാണ വിഭാഗം. ഉയർന്ന രക്തസമ്മർദ്ദത്താൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖ ജിയോമോർഫോളജി. അവസാനത്തെ ചോദ്യം, ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് NN പിള്ള. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.